JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് 12-ാം തീയതി നടന്ന LD ടൈപ്പിസ്റ്റ് വേരിയസ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞിരുന്നു. ജില്ലാ അടിസ്ഥാനത്തിൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും മെസ്സേജ് വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നതിന് ശേഷം നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഏതൊക്കെയാണ് വേണ്ടതെന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർ PSCയിൽ നിന്ന് തരുന്ന മെസ്സേജിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകും. പ്രസ്തുത സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ രണ്ടാമത് മെസ്സേജ് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ അയച്ചു കൊടുത്ത സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടുള്ള അല്ല എങ്കിൽ അവർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അവർ രണ്ടാമതും മെസ്സേജ് ഇടുന്നതാണ്. പ്രസ്തുത മെസ്സേജ് പ്രകാരം വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ഉദ്യോഗാർത്ഥികൾക്കും പറ്റുന്ന തെറ്റാണ്. കഴിഞ്ഞ ലിസ്റ്റുകളിലെല്ലാം തന്നെ ഓൾറെഡി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരും, നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പക്ഷേ അത് PSCയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അവർ തങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും മെസ്സേജ് അയക്കുകയും അതനുസരിച്ച് നിങ്ങൾ രണ്ടാമത് വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ പറയുന്ന അതിന് പറയുന്ന കാരണങ്ങളൊന്നും തന്നെ അവർക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഓരോ ഉദ്യോഗാർത്ഥികളും അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് അവർ PSCക്ക് വെരിഫൈ ചെയ്യാൻ പാകത്തിനുള്ളതാണോ, അല്ലെങ്കിൽ രണ്ടാമത് PSC അത് വെരിഫൈ ചെയ്തിട്ട് ക്ലിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് അതിന് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന സർട്ടിഫിക്കറ്റ് എത്രയാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ അവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്, പ്രസ്തുത സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലാതെ അത് കുറച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാമെന്നും പറഞ്ഞ് പിന്നീട് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ വേരിഫിക്കേണ്ട സമയത്ത് ഹാജരാക്കിയാൽ മതിയല്ലോ എന്നോർത്തുകൊണ്ട് മാറ്റി വെക്കുകയോ ചെയ്യരുത്. കാരണം പല ഉദ്യോഗാർത്ഥികളും എന്നോട് വിളിച്ച് ചോദിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് തരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ഉദ്യോഗാർത്ഥികളും ആവശ്യമുള്ള കുറച്ച് സർട്ടിഫിക്കറ്റുകൾ മാത്രം അപ്ലോഡ് ചെയ്യും, ബാക്കിയുള്ള സർട്ടിഫിക്കറ്റിൽ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതി എന്നുള്ള ഒരു ധാരണയിൽ മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള. ആ സാഹചര്യം അത് ഒരിക്കലും അനുവദനീയമല്ല. അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള നിങ്ങളുടെ നിങ്ങളുടെ പ്രതീക്ഷയാണ് അത് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ PSC അപ്ലോഡ് ചെയ്യാൻ പറയുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ക്ലിയർ ആണോ എന്ന് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷവും PSCയിൽ നിന്ന് രണ്ടാമത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് അവർക്കത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് മെസ്സേജ് വന്നാൽ വീണ്ടും അത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 100 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 150 പേരോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. അതിൻ്റെ അകത്ത് നമ്മുടെ യോഗ്യതകൾ എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ നിന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ലിസ്റ്റ് ഇടുന്നത്. അതിനുശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് PSC ഓരോരുത്തരെയും വിളിക്കുന്നത്. ജില്ലാ അടിസ്ഥാനത്തിൽ വിളിക്കുകയും അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തി അടുത്തയാൾക്ക് അവിടെ ചാൻസ് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനുവേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വേണ്ട പോലെ തന്നെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം. അത് നിങ്ങളുടെ പ്രൊഫൈലിൽ വീണ്ടും ചെക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ വരെ എത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.